മരവിപ്പിക്കുന്ന തണുപ്പുള്ള ഒരു സായാഹ്നം. വടക്കൻ ദേശത്തെ ഭയാനകമായ മഞ്ഞുവീഴ്ചയിൽ കാഴ്ചകൾ പൂർണ്ണമായും മറഞ്ഞിരുന്നു. ജീവന്റെ ഒരു തുടിപ്പുപോലുമില്ലാത്ത ആ കൊടുമനത്തിലൂടെ മീര തന്റെ അവശേഷിക്കുന്ന ജീവശ്വാസം മുഴുവൻ സമാഹരിച്ച് ബ്രാനിന്റെ തെന്നുവണ്ടി വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ബ്രാനിന്റെ കണ്ണുകൾ വെള്ളനിറത്തിൽ നിശ്ചലമായി നിന്നു. കഴിഞ്ഞ കാലങ്ങളുടെ നൂറുകണക്കിന് ദൃശ്യങ്ങൾ ഒരേ സമയം അവന്റെ മനസ്സിലൂടെ ഒരു കൊടുങ്കാറ്റെന്നപോലെ കടന്നുപോവുകയാണ്. തളർന്നുപോയ മീര ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് വീണു. തന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ഉപയോഗിച്ച് അവൾ ആ തെന്നുവണ്ടി മുന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരിഞ്ചുപോലും അനങ്ങിയില്ല. പ്രതീക്ഷകൾ അസ്തമിച്ച അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബ്രാനിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ തല തന്റെ മടിയിലേക്ക് വെച്ചു. ബ്രാൻ അപ്പോഴും തുടർച്ചയായ ദർശനങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു. പെട്ടെന്ന് ആ ദർശനങ്ങളിൽ മരങ്ങൾക്കിടയിലൂടെ ഓടിവരുന്ന ഒരു കൂട്ടം മൃതശരീരങ്ങളെ അവൻ കണ്ടു. ദർശനങ്ങളിൽ നിന്ന് ഞെട്ടിയുണർന്ന അവൻ ഭയത്തോടെ മീരായെ നോക്കി. അവർ നമ്മളെ കണ്ടുപിടിച്ചു, ബ്രാൻ ഭയത്തോടെ പറഞ്ഞു. മീര വേഗത്തിൽ കാട്ടിലേക്ക് നോക്കി. ഇരുളിൽ നിന്ന് അവരെ ലക്ഷ്യമാക്കി കൂട്ടത്തോടെ ഓടിവരുന്ന ആ ഭീകരരൂപികളെ അവൾ കണ്ടു. മരണമുറപ്പായ ആ നിമിഷത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബ്രാനിനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കൂ, മീര സങ്കടത്തോടെ പറഞ്ഞു. ആ ഭീകരരൂപികൾ അവർക്ക് തൊട്ടരികിലെത്തി. ഇരുളിൽ നിന്ന് കുതിരപ്പുറത്ത് മുഖം മൂടിയ ഒരു പോരാളി പ്രത്യക്ഷപ്പെട്ടു. ആ പോരാളിയുടെ കുതിര ഒരു ഭീകരജീവിയെ ചവിട്ടിത്തെറിപ്പിച്ചു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന നീളമുള്ള ഇരുമ്പു ചങ്ങല വീശി. ആ ചങ്ങലയുടെ അറ്റം അഗ്നിയിൽ ജ്വലിച്ചുനിന്നു. അവരെ ലക്ഷ്യമാക്കി വന്ന 2 ഭീകരരൂപികളെ അയാൾ ആ അഗ്നിചങ്ങലകൊണ്ട് അടിച്ചു വീഴ്ത്തി. അവർ നിമിഷങ്ങൾക്കകം കത്തിച്ചാമ്പലായി. ചങ്ങല ഉപയോഗിച്ച് മറ്റൊന്നിനെക്കൂടി അഗ്നിക്കിരയാക്കിയ ശേഷം അയാൾ ബ്രാനിന്റെയും മീരയുടെയും അടുത്തേക്ക് വന്നു. ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരൂ, പോരാളി നിർബന്ധത്തോടെ പറഞ്ഞു. കൂടുതൽ ഭീകരരൂപികൾ അവരെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. മരിച്ചവർക്ക് ഒരിക്കലും വിശ്രമമില്ല, അയാൾ വീണ്ടും പറഞ്ഞു. പോരാളി താഴേക്ക് കുനിഞ്ഞ് ബ്രാനിനെ എടുത്തു തന്റെ കുതിരപ്പുറത്ത് കയറ്റി. മീര അയാളുടെ കൈ പിടിച്ച് അവർക്കൊപ്പം കുതിരപ്പുറത്ത് കയറി. പിന്നാലെ വരുന്ന ഭീകരരൂപികളെ വെട്ടിമാറ്റി അവർ മൂവരും ആ ഇരുണ്ട കാട്ടിലൂടെ അതിവേഗം കുതിച്ചുപാഞ്ഞു. വളരെ ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ ഹോൺഹില്ലിലേക്കുള്ള പാതയിലൂടെ സാമും ഗില്ലിയും ലിറ്റിൽ സാമും സൈനികരുടെ അകമ്പടിയോടെ ഒരു കുതിരവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഗില്ലി പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിരുന്നു. സാം ആകർഷകമായ ഒരു പുഞ്ചിരിയോടെ ലിറ്റിൽ സാമിനെ കൈകളിൽ ചേർത്തുപിടിച്ചിരുന്നു. ഇവിടെയെല്ലാം നല്ല പച്ചപ്പാണ്, ഗില്ലി അത്ഭുതത്തോടെ പറഞ്ഞു. റിവർലാൻഡ്സിന്റെ തെക്ക് ഭാഗത്തേക്ക് കടന്നാൽ പിന്നെ വളരെ വ്യത്യസ്തമായ മരങ്ങളാണ് കാണാൻ കഴിയുക. മേപ്പിൾ, എൽം, ബീച്ച്, പോപ്ലാർ, അങ്ങനെ പലതരം മരങ്ങൾ. വേനൽക്കാലം കഴിഞ്ഞതുകൊണ്ട് ഇനി ശരത്കാലത്തിന്റെ നിറങ്ങളും കണ്ടുതുടങ്ങാം. എങ്കിലും ലോകത്ത് മറ്റെവിടെയുമുള്ളതിനേക്കാൾ കൂടുതൽ പച്ചപ്പ് നിനക്കിവിടെ കാണാൻ കഴിയും, സാം വിശദമായി പറഞ്ഞു. നിങ്ങൾക്ക് നല്ല ഭയമുണ്ട്. ഭയമുള്ളതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തുടർച്ചയായി സംസാരിക്കുന്നത്, ഗില്ലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാം തന്റെ നോട്ടം പുറത്തേക്ക് മാറ്റി. ഭയന്ന് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത്, ഗില്ലി സ്നേഹത്തോടെ പറഞ്ഞു. എന്റെ അച്ഛൻ എന്നെ എന്റെ പദവികളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം ഞാൻ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചുവരുമെന്ന് കരുതിയതല്ല. ഞാനത് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നുവരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെയൊരവസ്ഥയിൽ ഒരാൾക്കും ഇവിടെ വരാൻ താൽപ്പര്യമുണ്ടാകില്ല, സാം സങ്കടത്തോടെ പറഞ്ഞു. ഗില്ലി വാത്സല്യത്തോടെ ലിറ്റിൽ സാമിനെ നോക്കി. അവനെ എന്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് നീ അവരോട് എന്താണ് പറയേണ്ടതെന്ന് നിനക്കറിയാമല്ലോ, സാം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തന്റെ കൊച്ചുമകനാണെന്ന് അച്ഛൻ വിശ്വസിച്ചാൽ അദ്ദേഹം നിന്നെ സ്വീകരിക്കും. അവന് നല്ല വിദ്യാഭ്യാസം ലഭിക്കും. അവന് വായിക്കാൻ പഠിക്കാം. അതിന് നിനക്കവനെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തോട് എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗില്ലി ആകാംക്ഷയോടെ ചോദിച്ചു. വടക്കുനിന്നാണ് നിന്നെ കണ്ടുമുട്ടിയതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എത്രത്തോളം വടക്കുനിന്നാണെന്ന് അവരോട് പറഞ്ഞിരുന്നോ? ഗില്ലി വീണ്ടും ചോദിച്ചു. അത് എഴുതാൻ മാത്രമുള്ള വലിപ്പം ആ കടലാസിനില്ലായിരുന്നു, സാം പറഞ്ഞു. ഞാനൊരു വൈൽഡ്ലിംഗ് ആണെന്ന് അവരോട് പറഞ്ഞില്ലേ? ഗില്ലി അല്പം ആശങ്കയോടെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന് വൈൽഡ്ലിംഗ്സിനെ തീരെ ഇഷ്ടമല്ല. ഞാൻ കുറച്ച് ചോരദാഹികളായ വൈൽഡ്ലിംഗ്സിനെ കൊന്ന് ഒരു യഥാർത്ഥ പുരുഷനാകുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതുകൊണ്ട് കഴിവതും ആ വിഷയം ഒഴിവാക്കുന്നതാണ് നല്ലത്, സാം വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഗില്ലി വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വണ്ടി വലിയ കൊട്ടാരത്തിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കൊട്ടാരത്തിന്റെ മുറ്റത്ത് അവരെ സ്വീകരിക്കാനായി ആളുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. സാമിന്റെ അമ്മയായ മെലിസായും സഹോദരിയായ തല്ലായും പടവുകളിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. സാം, എന്റെ പ്രിയപ്പെട്ട സാം, മെലിസ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു. അവർ പരസ്പരം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഇനി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മെലിസ വാത്സല്യത്തോടെ പറഞ്ഞു. തല്ല അവരുടെ അടുത്തേക്ക് വന്ന് സാമിനെ കെട്ടിപ്പിടിച്ചു. നീ ഒരുപാട് വളർന്നിരിക്കുന്നു, സാം അതിശയത്തോടെ പറഞ്ഞു. സൈമൺ ഫോസോവയെ ഞാൻ വിവാഹം കഴിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. അയാൾക്ക് മഞ്ഞ നിറമുള്ള പല്ലുകളാണ്, തല്ല സങ്കടത്തോടെ പറഞ്ഞു. അത് മതി തല്ല, മെലിസ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഇത് ഗില്ലി, സാം അവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഗില്ലി വളരെ ബഹുമാനത്തോടെ തലകുനിച്ച് അവരെ അഭിവാദ്യം ചെയ്തു. എത്ര സുന്ദരിയായ കുട്ടിയാണ് നീ, മെലിസ പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, ലേഡി ടാർലി, ഗില്ലി പറഞ്ഞു. പിന്നെ ഇത് ഞങ്ങളുടെ മകൻ സാം, സാം അഭിമാനത്തോടെ പറഞ്ഞു.
മെലേസ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ഇത് ഞാനാണ്, നിന്റെ മുത്തശ്ശി, മെലേസ കുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ലിറ്റിൽ സാം പുഞ്ചിരിച്ചുകൊണ്ട് മെലേസായുടെ മുഖത്ത് സ്പർശിച്ചു. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ, മെലേസ ചോദിച്ചു. തീർച്ചയായും, ഗില്ലി പറഞ്ഞു. ഗില്ലി അവനെ മെലേസായുടെ കൈകളിലേക്ക് നൽകി. നീ നിന്റെ അച്ഛനെപ്പോലെ ഒരു വലിയ പണ്ഡിതനാകും, മെലേസ കുഞ്ഞിനോട് പറഞ്ഞു. അച്ഛൻ എവിടെ? സാം ചോദിച്ചു. അവർ നായാട്ടിനു പോയിരിക്കുകയാണ്. രാത്രി ഭക്ഷണത്തിന് അവർ നമ്മുടെ കൂടെയുണ്ടാകും. നിങ്ങൾ അകത്തേക്ക് വരൂ. ഇത്രയും വലിയ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടാകും, മെലേസ സ്നേഹത്തോടെ പറഞ്ഞു. മെലേസ കുഞ്ഞിനെ തിരികെ ഗില്ലിയെ ഏൽപ്പിച്ചു. അവർ കൊട്ടാരത്തിന്റെ പടവുകൾ കയറി അകത്തേക്ക് പോയി. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിന്റെ വിശാലമായ പ്രധാന അറയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിലനിന്നിരുന്നു. ടോമനും ഹൈസ്പാരോയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടോമൻ വളരെ സർവധാനം ഒരു മെഴുകുതിരി കത്തിച്ചു. ഇതിനു മറ്റു വഴികളൊന്നുമില്ലേ? ടോമൻ ചോദിച്ചു. നിങ്ങൾക്ക് അവളെ ഓർത്ത് ഭയമുണ്ടോ? ഹൈസ്പാരോ ചോദിച്ചു. തീർച്ചയായും എനിക്ക് അവളെ ഓർത്ത് ഭയമുണ്ട്. അത് വളരെ അപകടകരമാണെന്ന് എനിക്ക് തോന്നുന്നു, ടോമൻ ദേഷ്യത്തോടെ പറഞ്ഞു. യാത്രയിലുടനീളം അവൾക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കും. അതിരുകൾ ലംഘിക്കുന്നവരോട് ഫെയ്ത്ത് മിലിറ്റൻ വളരെ കർശനമായാണ് പെരുമാറുന്നത്. മാത്രവുമല്ല, ക്വീൻ മാർജറി നിങ്ങളുടെ അമ്മയല്ല. അവൾക്കുവേണ്ടി സാധാരണക്കാരുടെ മനസ്സിൽ അലിവുണ്ടാക്കാൻ ദൈവങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൾ യഥാർത്ഥത്തിൽ തന്റെ ഹൃദയം അവർക്കു മുന്നിൽ തുറന്നുവച്ചിരിക്കുകയാണ്, ഹൈസ്പാരോ പറഞ്ഞു. പാവപ്പെട്ടവരോടും നിസ്സഹായരോടും അവൾക്കെപ്പോഴും വലിയ കാരുണ്യമായിരുന്നു, ടോമൻ പറഞ്ഞു. ഇപ്പോൾ അവൾ ദൈവങ്ങളോടും ഭക്തിയുള്ളവളായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് അവളെ കാണണമെന്നുണ്ടോ? ഹൈസ്പാരോ ചോദിച്ചു. സെപ്റ്റിന്റെ ഉള്ളിലെ പ്രാർത്ഥനാമുറിയിൽ മാർജറി ഒരു മരബെഞ്ചിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. ടോമൻ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു. അവൻ വളരെ വികാരഭരിതനായി മാർജറിയെ തന്നെ നോക്കിനിന്നു. അവർ ഇരുവരും കെട്ടിപ്പിടിച്ചു. അവർ നിന്നെ ഉപദ്രവിച്ചോ? നിന്നോടവർ മോശമായി പെരുമാറിയോ? ടോമൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല പ്രഭോ, മാർജറി ശാന്തമായി പറഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നിനക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം, ടോമൻ പറഞ്ഞു. നമ്മൾ വൈകാതെ തന്നെ വീണ്ടും ഒന്നിക്കും. അപ്പോൾ എല്ലാം പണ്ടത്തേതിനേക്കാൾ മനോഹരമായിരിക്കും, മാർജറി പറഞ്ഞു. എങ്ങനെ മനോഹരമാകാനാണ്? ഉടനെ തന്നെ പ്രായശ്ചിത്തത്തിനായുള്ള ആ നടത്തം നടക്കേണ്ടതുണ്ട്. അതിന് വേറെ വഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, ടോമൻ സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങൾ അദ്ദേഹവുമായി, അതായത് ഹൈസ്പാരോയുമായി സംസാരിച്ചിരുന്നു? മാർജറി ചോദിച്ചു. ഉവ്വ്, കുറച്ചു തവണ. നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല അദ്ദേഹം, അല്ലേ? മാർജറി ചോദിച്ചു. ടോമൻ ഒട്ടും മനസ്സിലാകാത്ത രൂപത്തിൽ മുഖം ചുളിച്ചു. മാർജറി മൃദുവായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ സംസാരിക്കുന്നത് ഭ്രാന്തന്മാരെപ്പോലെയാണ്, മാർജറി പറഞ്ഞു. അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. നിനക്ക് ഒരിക്കലും അങ്ങനെയാകാൻ കഴിയില്ല. നീ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം അതിലും ഒരുപാട്, ടോമൻ പറഞ്ഞു നിർത്തി. അദ്ദേഹത്തിൽ പ്രത്യേകമായി എന്തോ ഒന്നുണ്ട്. ഈ ലോകത്തെ അദ്ദേഹം നോക്കിക്കാണുന്ന രീതി. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് സ്വയം അംഗീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കത് മനസ്സിലാക്കാൻ കുറച്ചു സമയമെടുത്തു. അദ്ദേഹമാണ് എന്നെ അതിന് സഹായിച്ചത്, മാർജറി പറഞ്ഞു. നീ എന്താണീ പറയുന്നത്? നീ നല്ലൊരു വ്യക്തിയാണ്. നീ എക്കാലത്തും നല്ലൊരു വ്യക്തിയായിരുന്നു. എനിക്കറിയാവുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി നീയാണ്, ടോമൻ പറഞ്ഞു. പാവപ്പെട്ടവരോട് നിനക്കുള്ള കാരുണ്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. അതെ, ഞാൻ അവരുടെ ചേരികളിൽ പോയി അവർക്ക് ഭക്ഷണം നൽകി. അതെല്ലാം മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ അവർക്ക് ശരിക്കും ആവശ്യമുള്ളത് എന്താണെന്ന് ഞാൻ ഒരിക്കലും അവർക്ക് നൽകിയിരുന്നില്ല. ഞാൻ നല്ലവളായി അഭിനയിക്കുന്നതിൽ എത്രത്തോളം മിടുക്കിയായിരുന്നു എന്ന് ചിന്തിക്കാൻ എനിക്കിവിടെ ധാരാളം സമയം ലഭിച്ചു. ഞാൻ ആരാണെന്നും ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തിനുവേണ്ടിയായിരുന്നു എന്നും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ കഥകൾ. ആ കഥകളിലെല്ലാം നിറയെ നുണകളായിരുന്നു, മാർജറി പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ടോമൻ പറഞ്ഞു. മാർജറി പെട്ടെന്ന് ടോമനിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എല്ലാം ശരിയാകും, സത്യമായും എല്ലാം ശരിയാകും. ആ നുണകളെല്ലാം ഉപേക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ ആശ്വാസമുണ്ട്, മാർജറി പറഞ്ഞു. ഹോൺഹില്ലിന്റെ ഇടനാഴിയിലൂടെ സാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഗില്ലി അവിടേക്ക് വന്നത്. ഇതിട്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഗില്ലി പറഞ്ഞു. ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സാം പറഞ്ഞു. ഭക്ഷണമുറിയിലെ വലിയ മേശയ്ക്ക് ചുറ്റും സാം, ഗില്ലി, മെലെസ, ടല്ല, ഡിക്കോൺ, റാൻഡിൽ എന്നിവർ ഇരിക്കുകയായിരുന്നു. ഈ മാനിറച്ചി ഇതിന് വളരെ നല്ല രുചിയുണ്ട്. ഇന്നത്തെ നായാട്ടിൽ കിട്ടിയതാണോ ഇത്? സാം ചോദിച്ചു. ഇന്ന് കിട്ടിയത് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ്, ഡിക്കൺ പറഞ്ഞു. ഓ, മനസ്സിലായി, ക്ഷമിക്കണം. വലിയൊരു യാത്ര കഴിഞ്ഞുവന്നതുകൊണ്ട് ചോദിച്ചു പോയതാണ്, സാം പറഞ്ഞു. 70 വാര അകലെ നിന്നാണ് ഞാനിതിനെ വീഴ്ത്തിയത്, ഒറ്റ അമ്പിൽ, ഡിക്കൺ പറഞ്ഞു. ഓ, അത് വലിയൊരു ദൂരം തന്നെയാണ്, സാം പറഞ്ഞു. മതിലിനടുത്ത് നീ കൂടുതലായി നായാട്ടിന് പോകാറുണ്ടോ? ഡിക്കൺ ചോദിച്ചു. ഓ, അത്യാവശ്യം പോകാറുണ്ട്. മതിലിനപ്പുറത്ത് വേട്ടയാടിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല, സാം പറഞ്ഞു. ഞങ്ങളെന്ന് പറഞ്ഞത് എന്റെ സുഹൃത്തായ ജോണിനെ ഉദ്ദേശിച്ചാണ്. ചിലപ്പോൾ എഡുമുണ്ടാകും, പിന്നെ ഗില്ലിയും. അവളും വളരെ മിടുക്കിയായ ഒരു വേട്ടക്കാരിയാണ്, സാം പറഞ്ഞു. മുമ്പൊരിക്കൽ ഞങ്ങൾ ലാസ്റ്റ് ഹേർത്തിലെ ലോർഡ് അംബറിനെ കണ്ടിരുന്നു. അദ്ദേഹമല്ലേ തന്റെ എല്ലാ പെൺമക്കളെയും നായാട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞത്? മെലെസ ചോദിച്ചു. ഒരു വേലക്കാരി റൊട്ടിയുമായി വന്നു. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തടിച്ചിട്ടില്ലേ? റാൻഡിൽ ചോദിച്ചു.
ലോർഡ് കമാൻഡറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് ഞാൻ സാം പറഞ്ഞു. നിന്റെ കത്ത് ഞാൻ വായിച്ചിരുന്നു. നീ ഒരു മേസ്റ്ററാകാൻ പോവുകയാണല്ലോ, റാൻഡിൽ പറഞ്ഞു. പഠനം പൂർത്തിയായാൽ ഞാൻ ഉടൻ തന്നെ കാസൽ ബ്ലാക്കിലേക്ക് തിരിച്ചുപോകും, സാം പറഞ്ഞു. നൈറ്റ്സ് വാച്ച് നിന്നെ ഒരു പുരുഷനാക്കി മാറ്റുമെന്ന് ഞാൻ കരുതി. പുരുഷനെപ്പോലെയുള്ള എന്തെങ്കിലുമാക്കി മാറ്റുമെന്നു. പക്ഷെ നീ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തടിച്ചിരിക്കുകയാണ്, റാൻഡിൽ പറഞ്ഞു. നിന്റെ മുഖം എപ്പോഴും പുസ്തകങ്ങളിൽ പൂഴ്ത്തിവച്ചിരിക്കുകയാണ്. മികച്ച മനുഷ്യരുടെ നേട്ടങ്ങളെക്കുറിച്ച് വായിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കുന്നു. നിനക്കിപ്പോഴും കുതിരപ്പുറത്ത് കയറാനോ വാൾ വീശാനോ കഴിയില്ലെന്ന് ഞാൻ പന്തയം വയ്ക്കാം, റാൻഡിൽ പറഞ്ഞു. റാൻഡിൽ, നൈറ്റ്സ് വാച്ചിലെ മേസ്റ്ററാകുക എന്നത് വലിയൊരു ബഹുമതിയാണ്, മെലേസ പറഞ്ഞു. അദ്ദേഹത്തിന് വാൾ വീശാൻ അറിയാം. അദ്ദേഹം ഒരു ദെന്നിനെ കൊന്നു. ഒരു വൈറ്റ് വാക്കറിനെയും അദ്ദേഹം കൊന്നു, ഗില്ലി പറഞ്ഞു. അങ്ങനെയൊന്നില്ല, ഡിക്കൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. കാസിൽ ബ്ലാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാനത് കണ്ടതാണ്. അദ്ദേഹം ആ വൈറ്റ് വാക്കറുടെ ഹൃദയത്തിലേക്ക് തന്റെ കത്തി കുത്തിയിറക്കി. എന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഒന്നിലധികം തവണ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടുണ്ട്. നിങ്ങളിരുവരെക്കാളും വലിയൊരു പോരാളിയാണ് അദ്ദേഹം, ഗില്ലി പറഞ്ഞു. കാസിൽ ബ്ലാക്കിലേക്കുള്ള യാത്രയിലോ? എവിടെ വെച്ചാണ് അവൻ ആ വൈറ്റ് വാക്കറെ കൊന്നത്? നീ എങ്ങനെയാണ് എന്റെ മകനെ കണ്ടുമുട്ടിയത്? റാൻഡിൽ ചോദിച്ചു. നൈറ്റ്സ് വാച്ച് ഞങ്ങളുടെ സ്ഥലത്ത് വന്നപ്പോഴാണ്, ഗില്ലി പറഞ്ഞു. എവിടെ? റാൻഡിൽ ചോദിച്ചു. ഗില്ലി, സാം അവളെ തടയാൻ ശ്രമിച്ചു. മതിലിനപ്പുറത്തുനിന്ന്, ഗില്ലി പറഞ്ഞു. മതിലിനപ്പുറത്തുനിന്നോ? നീ ഒരു വൈൽഡ്ലിംഗ് ആണല്ലേ? നൂറ്റാണ്ടുകളായി ഈ കൊള്ളക്കാരുമായി 7 കിങ്ഡംസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്റെ മകൻ കാരണം അങ്ങനെയൊരാളെ എന്റെ വീട്ടിൽ താമസിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ആ കാണുന്ന വാൾ കണ്ടോ? റാൻഡിൽ ചോദിച്ചു. അതിന്റെ പേര് ഹാർട്ട്സ്ബേൻ എന്നാണ്. 500 വർഷമായി അത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അത് വാലീരിയൻ സ്റ്റീൽ കൊണ്ടുള്ളതാണ്. എന്റെ കാലശേഷം അത് എന്റെ മൂത്ത മകനാണ് ലഭിക്കേണ്ടത്. പക്ഷേ അവൻ ഒരിക്കലും ആ വാൾ ഉപയോഗിക്കില്ല. അവൻ ലോർഡ് ടാർലിയായി ഈ കൊട്ടാരം ഭരിക്കാൻ വന്നാൽ അതോടെ ഈ കുടുംബം അവസാനിക്കും. നിന്നെ ആദ്യം കണ്ടപ്പോൾ മോൾസ് ടൗണിലെ ഏതോ വേശ്യയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അതുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. വേറെയാർക്കാണ് അവനെ ഇഷ്ടപ്പെടുക? ഒരു വൈൽഡ്ലിംഗ് വേശ്യയാണ് എന്റെ മകനെ വശീകരിച്ചത്. ഇതെല്ലാം എന്നോടുള്ള നിന്റെ പക വീട്ടുകയാണോ കുട്ടി? അവളെ എന്റെ ഭക്ഷണമേശയിൽ കൊണ്ടുവന്ന് എനിക്ക് മുന്നിലിരുത്തുക. നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടിയല്ലോ, അല്ലേ? ജനിക്കാൻ കൃത്യമായ ഒരവകാശിയുമില്ലാത്ത ഒരു കുഞ്ഞ്, നീചരക്തമുള്ള ഒരു കുഞ്ഞ്. അതാണ് ഈ വീട്ടിലേക്കുള്ള നിന്റെ പ്രവേശനം, റാൻഡിൽ പറഞ്ഞു. മെലെസ എഴുന്നേറ്റു. വരൂ മോളെ. തല്ല, മെലെസ പറഞ്ഞു. എനിക്ക് വിശപ്പില്ലാതായി, മെലെസ പറഞ്ഞു. അവൻ നമ്മളെ അപമാനിക്കുകയാണ്, റാൻഡിൽ പറഞ്ഞു. നിങ്ങളെത്തന്നെയാണ് അപമാനിക്കുന്നത്, മെലെസ പറഞ്ഞു. നിന്റെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയാണ്. നീ അവൾക്ക് തീരെ യോജിച്ചവനല്ല. അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഞാൻ ഈ വൈൽഡ്ലിംഗിനെ ഇവിടെ നിർത്താം. അവൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യാം. ആ കുഞ്ഞ് ഇവിടെ വളരും. പക്ഷേ ഈ രാത്രിയായിരിക്കും നീ ഇവിടെ ചിലവഴിക്കുന്ന അവസാനത്തെ രാത്രി, റാൻഡിൽ പറഞ്ഞു. ഗില്ലി അതിഥിമുറിയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം നിന്നോടങ്ങനെ പെരുമാറാനിടയാക്കിയതിൽ എന്നോട് ക്ഷമിക്കണം. നിന്നെയും ലിറ്റിൽ സാമിനെയും അദ്ദേഹം പുറത്താക്കുമെന്ന് ഞാൻ ഭയന്നുപോയി, സാം പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. നല്ലവരായ മനുഷ്യരോട് ഇത്ര ക്രൂരമായി പെരുമാറിയിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതിലാണ് എനിക്ക് ദേഷ്യം. നിങ്ങൾക്ക് എപ്പോഴാണ് പോകേണ്ടത്? ഗില്ലി ചോദിച്ചു. നാളെ രാവിലെ, സാം പറഞ്ഞു. നിങ്ങളെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, ഗില്ലി പറഞ്ഞു. സാം മുറിയിൽ നിന്ന് പുറത്തുപോയിട്ട് പെട്ടെന്ന് തിരികെ വന്നു. നമ്മൾ പോകുന്നു, സാം പറഞ്ഞു. നിന്റെ സാധനങ്ങളെല്ലാം എടുക്കൂ, സാം പറഞ്ഞു. എനിക്കങ്ങനെ സാധനങ്ങളൊന്നുമില്ല, ഗില്ലി പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മൾ 3 പേരും, സാം പറഞ്ഞു. അവർ ഇടനാഴിയിലൂടെ അതിവേഗം നടന്നു. നിങ്ങളുടെ അമ്മയും സഹോദരിയും എന്തു കരുതും? ഗില്ലി ചോദിച്ചു. ഓ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും, സാം പറഞ്ഞു. നിങ്ങളുടെ സഹോദരിയുടെ ഈ വസ്ത്രം, ഗില്ലി പറഞ്ഞു. അവൾക്ക് അതിൽ പ്രശ്നമുണ്ടാകില്ല. ഇത് നിനക്കാണ് കൂടുതൽ ചേരുന്നത്, സാം പറഞ്ഞു. സാം, അത് നിങ്ങളുടെ അച്ഛന്റെ വാളാണ്, ഗില്ലി പറഞ്ഞു. ഇത് എന്റെ കുടുംബത്തിന്റെ വാളാണ്, സാം പറഞ്ഞു. ബ്രാവോസിലെ തിരക്കേറിയ ഷീൽബാ സ്ക്വയർ. നാടകസംഘം തങ്ങളുടെ പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു. ആര്യകാണികൾക്കിടയിൽ നിന്നു. സിംഹവും റോസാപ്പൂവും ഒന്നായിരിക്കുന്നു. ഞാൻ ദൈവങ്ങളോട് നന്ദി പറയുന്നു, ക്ലാരൻസോ പറഞ്ഞു. പിന്നെ എന്റെ സുന്ദരിയായ വധുവെ, ഞാൻ നിനക്കെന്റെ സ്നേഹം വാഗ്ദാനം ചെയ്യുന്നു, ക്ലാരൻസോ പറഞ്ഞു. എല്ലാവർക്കും രാജാവ് ജോഫ്രിയെ വാഴ്ത്താം. രാജ്ഞി മാർജറിയെ വാഴ്ത്താം, എല്ലാവരും പറഞ്ഞു. ഞാൻ എന്റെ പുതിയ രാജ്ഞിക്കായി ഒരു പാനീയം കഴിക്കാം, കാരണം അവളെക്കാൾ സുന്ദരിയായി ആരുമില്ല. പ്രിയ അമ്മാവ, എന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് എന്റെ പാനീയം നൽകുന്ന ആളാകാമോ? ക്ലാരൻസോ ചോദിച്ചു. എന്റെ ഉത്തമനായ രാജാവേ, ഈ മധുരമുള്ള മദ്യം ആവോളം കുടിച്ചാലും, ബോബോണോ പറഞ്ഞു. ഇത് അവൻ കുടിക്കുന്ന അവസാനത്തെ പാനീയമായിരിക്കും. ഈ പ്രതികാരം എന്റേതായിരിക്കും, ബോബോണോ പറഞ്ഞു. ക്ലാരൻസോ അത് കുടിച്ചു ചുമച്ചു. വിഷം, കൊലപാതകം. ഞാൻ ശ്വാസം മുട്ടുന്നു. ഞാൻ മരിക്കുന്നു, ക്ലാരൻസോ പറഞ്ഞു. അത് അവനായിരുന്നു. അവനാണ് എനിക്ക് വിഷം തന്നത്. എന്റെ ക്രൂരനായ അമ്മാവൻ, ക്ലാരൻസോ പറഞ്ഞു. ലേഡി ക്രേൻ വേദിയിലെത്തി. എന്റെ മൂത്ത മകൻ, എന്റെ പൊന്നിൻ സിംഹം വഞ്ചനയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിനക്ക് വേദനകളില്ലാത്ത ശാശ്വതമായ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ലേഡി ക്രേൻ പറഞ്ഞു. ഓ ക്രൂരരായ ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന കേൾക്കൂ.
ഇതിനു പകരം എന്റെ ജീവനെടുക്കൂ. കാരണം എന്റെ പൊന്നുമോൻ മരിച്ചതിനുശേഷം ഇനിയൊരു ദിവസം കൂടി തള്ളി നീക്കാൻ എനിക്കാവില്ല. ആര്യ അകത്തേക്ക് പതുങ്ങി. ആര്യ വിഷം കലർത്തി പുറത്തേക്ക് വന്നു. കുട്ടി, ലേഡി ക്രേൻ വിളിച്ചു. നീ എന്താണിവിടെ ചെയ്യുന്നത്? ലേഡി ക്രേൻ ചോദിച്ചു. ഒന്നുമില്ല, ആര്യ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ കാണികൾക്കിടയിൽ കണ്ടിരുന്നു. എത്ര തവണ നീ ഈ വിഡ്ഢിത്തം നിറഞ്ഞ നാടകം കണ്ടിട്ടുണ്ട്? ലേഡി ക്രേൻ ചോദിച്ചു. 3 തവണ, ആര്യ പറഞ്ഞു. നീ പണം നൽകിയാണോ കണ്ടത്? ലേഡി ക്രേൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ആര്യ പറഞ്ഞു. ഞാൻ ഈ നാടകസംഘം എന്റെ ഗ്രാമത്തിൽ വന്ന സമയം ഓർക്കുന്നു. എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഞാൻ ഒളിച്ചുകയറി. നിന്നെപ്പോലെ തന്നെ. ഞാൻ അവരുടെ ചായം തേച്ച മുഖങ്ങളും വസ്ത്രങ്ങളും കണ്ടു, പാട്ടുകൾ കേട്ടു. നാടകത്തിലെ കാമുകന്മാർ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവരോടൊപ്പം ചേർന്നു. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലേഡി ക്രേൻ പറഞ്ഞു. നിങ്ങൾ വളരെ നന്നായി ചെയ്യുന്നുണ്ട്, ആര്യ പറഞ്ഞു. എന്റെ അവസാനത്തെ സംഭാഷണം വളരെ മോശമാണ്, ലേഡി ക്രേൻ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഇതിന്റെ രചന ഒട്ടും കൊള്ളില്ല, ലേഡി ക്രേൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെഴുതാം. നീ എങ്ങനെയാണത് മാറ്റിയെഴുതുക? ലേഡി ക്രേൻ ചോദിച്ചു. രാജ്ഞിക്ക് അവളുടെ മകനെ മറ്റെന്തിനേക്കാളും ഇഷ്ടമാണ്. അവൾക്ക് യാത്ര പറയാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപ് അവൻ നഷ്ടപ്പെട്ടു. അവൾ വെറുതെ കരയില്ല. അവൾക്ക് വലിയ ദേഷ്യം വരും. അവളോട് ഇത് ചെയ്തയാളെ കൊല്ലാൻ അവൾ ആഗ്രഹിക്കും, ആര്യ പറഞ്ഞു. നിന്റെ പേരെന്താണ്? ലേഡി ക്രേൻ ചോദിച്ചു. മേഴ്സി, ആര്യ പറഞ്ഞു. നിനക്ക് വളരെ ഭാവങ്ങൾ നിറഞ്ഞ കണ്ണുകളാണുള്ളത്, മേഴ്സി, ലേഡി ക്രേൻ പറഞ്ഞു. നിനക്ക് മറ്റുള്ളവരായി അഭിനയിക്കാൻ ഇഷ്ടമാണോ? ലേഡി ക്രേൻ ചോദിച്ചു. എനിക്ക് പോകണം. എന്റെ അച്ഛൻ എനിക്കായി കാത്തുനിൽക്കുകയാണ്, ആര്യ പറഞ്ഞു. ആര്യ പുറത്തേക്ക് പോയി. ലേഡി ക്രേൻ, അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി, ബിയാങ്ക പറഞ്ഞു. അവർ വളരെ നല്ലവരായിരുന്നു. അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടാകാം. മദ്യപിച്ചതുകൊണ്ടുള്ള സ്നേഹം, ലേഡി ക്രേൻ പറഞ്ഞു. ലേഡി ക്രേൻ മദ്യം കുടിക്കാനെടുത്തതും ആര്യ അത് തട്ടിത്തെറിപ്പിച്ചു. എല്ലാവരും അവളെ അമ്പരപ്പോടെ നോക്കി. അവളെ സൂക്ഷിക്കണം. അവൾ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, ആര്യ ബിയാങ്കയെ ചൂണ്ടിപ്പറഞ്ഞു. അവൾ ഓടിമറഞ്ഞു. ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ജക്കൺ നിൽപ്പുണ്ടായിരുന്നു. എന്തായി? ജക്കേൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ, വെയ്ഫ് പറഞ്ഞു. അവൾക്കൊരുപാട് കഴിവുകളുണ്ടായിരുന്നു, ജക്കേൻ പറഞ്ഞു. നിങ്ങളെനിക്ക് വാക്ക് തന്നതാണ്, വെയ്ഫ് പറഞ്ഞു. അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്, ജക്കേൻ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ മേസ് ടൈറൽ തന്റെ സൈന്യത്തെ നയിച്ചു. എന്റെ സുഹൃത്തുക്കളെ, ആ സമയം വന്നെത്തിയിരിക്കുന്നു. ഭ്രാന്തമായ അവസ്ഥ ഈ നഗരത്തെ കീഴ്പ്പെടുത്തി എന്റെ മക്കളെ അതിന്റെ പിടിയിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ വന്ന വഴിയെ തന്നെ തിരിച്ചയക്കണം. ഭ്രാന്തിന്റെ നാളുകൾ അവസാനിച്ചു. ഗ്രേറ്റ് സെപ്റ്റിന്റെ പടവുകളിൽ ഹൈ സ്പാരോ സംസാരിച്ചു. ധനികനായാലും ദരിദ്രനായാലും കുലീനനായാലും സാധാരണക്കാരനായാലും നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. ഹൗസ് ടൈറലിലെ മാർജറി നമ്മളിലേക്ക് വന്നത് ഒരു പാപിയായാണ്. അവൾ വിശുദ്ധമായ സഭയിൽ ദൈവങ്ങൾക്ക് മുൻപിൽ നിന്ന് നുണ പറഞ്ഞു. അവൾ അവളുടെ സഹോദരന്റെ പാപങ്ങൾക്ക് നേരെ കണ്ണടച്ചു. അവൾ അവളുടെ കുടുംബത്തെയും രാജാവിനെയും സ്വയം തന്നെയും അപമാനിച്ചു, ഹൈസ്പാരോ പറഞ്ഞു. ജയ്മേ മുന്നോട്ട് വന്നു. ക്വീൻ മാർജറിയെയും സർ ലോറാസ് ടൈറലിനെയും കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അവരെ ഞങ്ങൾക്ക് കൈമാറുക. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം, ജയ്മേ പറഞ്ഞു. അവരെ നിങ്ങൾക്ക് നൽകാൻ എനിക്ക് അധികാരമില്ല. അവരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അധികാരവുമില്ല, ഹൈസ്പാരോ പറഞ്ഞു. ഹൗസ് ബാരാത്തിയനിലെ ഒന്നാമനായ കിങ് ടോമനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ജയ്മേ പറഞ്ഞു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ ദൈവങ്ങൾ അംഗീകരിക്കുന്നില്ല, ഹൈസ്പാരോ പറഞ്ഞു. മാർജറി ഈ തെരുവിലൂടെ നടക്കുന്നതിനു മുമ്പ് അവസാനത്തെ കുരുവിയും കൊല്ലപ്പെട്ടിരിക്കും, ജയ്മേ പറഞ്ഞു. ദൈവങ്ങളുടെ സേവനത്തിൽ മരിക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള സമയമായിട്ടില്ല. പ്രായശ്ചിത്തത്തിനായുള്ള നടത്തം ഇന്നുണ്ടാകില്ല, ഹൈസ്പാരോ പറഞ്ഞു. ക്വീൻ മാർജറി ഇതിനോടകം തന്നെ ദൈവങ്ങളുടെ വെളിച്ചത്തിലേക്ക് മറ്റൊരാളെ കൂടി കൊണ്ടുവന്ന് തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു, ഹൈസ്പാരോ പറഞ്ഞു. ടോമൻ പുറത്തേക്ക് വന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഐക്യത്തിന്റെ ഒരു പുതിയ കാലഘട്ടം പ്രഖ്യാപിക്കുകയാണ്. കിരീടവും സഭയും തമ്മിലുള്ള വിശുദ്ധമായ ഒരു സഖ്യം, ഹൈസ്പാരോ പറഞ്ഞു. കിരീടവും സഭയുമാണ് ഈ ലോകം നിലനിൽക്കുന്ന 2 തൂണുകൾ. നമ്മൾ ഒന്നിച്ച് 7 കിങ്ഡംസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരും, ടോമൻ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത്? മേസ് ചോദിച്ചു. അവൻ നമ്മളെ തോൽപ്പിച്ചു. അതാണ് സംഭവിക്കുന്നത്, ഒലന്ന പറഞ്ഞു. റെഡ് കീപ്പിൽ ടോമൻ സംസാരിച്ചു. നിങ്ങൾ സഭയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ കിരീടത്തെയാണ് ആക്രമിക്കുന്നത്. കിരീടത്തെ ആക്രമിക്കുന്ന ആർക്കും കിങ്സ് ഗാർഡിന്റെ ലോർഡ് കമാൻഡറായി തുടരാൻ അർഹതയില്ല, ടോമൻ പറഞ്ഞു. നീ ജനിക്കുന്നതിനു മുമ്പ് ഞാൻ കിങ്സ് ഗാർഡിലുള്ളതാണ്. നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നീ ഒന്നും ചെയ്യേണ്ടതില്ല, ജൈമ പറഞ്ഞു. എനിക്ക് ദൈവങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്, ടോമൻ പറഞ്ഞു. നീ ആ കസേരയിലിരിക്കുമ്പോൾ അതിലൊന്നും കാര്യമില്ല, ജൈമ പറഞ്ഞു. ഈ കാര്യത്തിൽ കിരീടത്തിന്റെ തീരുമാനം അന്തിമമാണ്, ടോമൻ പറഞ്ഞു. ഞാൻ നഗ്നനായി തെരുവിലൂടെ നടക്കണോ? അതോ ദൈവങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് പഠിക്കാൻ കുറച്ചു മാസങ്ങൾ പള്ളിയുടെ തടവറയിൽ കിടക്കണോ? ജയ്മെ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും രാജാവിനെയും പല വർഷങ്ങളായി വിശ്വസ്തയോടെ സേവിച്ചു. നിങ്ങൾ ഇനിയും അത് തുടരും. പക്ഷേ ഈ നഗരത്തിലായിരിക്കില്ല, ടോമൻ പറഞ്ഞു. ദ ക്രോസിംഗിൽ വാൾഡർ ഫ്രേ സംസാരിച്ചു. നിങ്ങളത് കളഞ്ഞുകുളിച്ചോ? വാൾഡർ ചോദിച്ചു. അതെ അച്ഛാ, ബ്ലാക്ക് വാൾഡർ പറഞ്ഞു. അതൊരു കോട്ടയാണ്, അല്ലാതെ ആടല്ല.
അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ റിവർ റൺ കളഞ്ഞുകുളിച്ചതല്ല. ബ്ലാക്ക് ഫിഷ് നിങ്ങളിൽ നിന്നും അത് പിടിച്ചെടുത്തതാണ്, വാൾഡർ പറഞ്ഞു. അവൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ആ കോട്ടയെക്കുറിച്ച് മറ്റാരേക്കാളും അവനാണ് നന്നായി അറിയാവുന്നത്, ലോത്താർ പറഞ്ഞു. റെഡ് വെഡിങ്ങിനു ശേഷം നിങ്ങൾ ബ്ലാക്ക് ഫിഷിനെ വിട്ടുകളഞ്ഞു. അവൻ ഈ മുറിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ അവനെ പോകാൻ അനുവദിച്ചു. അവനെ വേട്ടയാടി കൊല്ലാൻ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു സാധനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ അവൻ തിരിച്ചുവന്ന് റിവർ റൺ പിടിച്ചെടുത്തിരിക്കുന്നു, വാൾഡർ പറഞ്ഞു. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബ്ലാക്ക് വാൾഡർ പറഞ്ഞു. 300 വർഷമായി നമ്മൾ ടുള്ളികളുടെ കാല് പിടിക്കുകയും അവർക്കും അവരുടെ നാറുന്ന മത്സ്യത്തിന്റെ കൊടികൾക്കും മുന്നിൽ സത്യം ചെയ്യുകയുമായിരുന്നു. ഇനിയതുണ്ടാകില്ല. റിവർ റൺ നമ്മുടേതാണ്. അത് തിരികെ പിടിക്കുക, വാൾഡർ പറഞ്ഞു. റെഡ് കീപ്പിൽ ജെയ്മേയും സെർസിയും സംസാരിച്ചു. എന്നെ ബ്ലാക്ക് ഫിഷിനെ നേരിടാൻ അയക്കുകയാണ്. 400 വയസ്സുള്ളതുകൊണ്ട് വാൾഡർ ഫ്രേയ്ക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു. എന്നെ ഒരു വലിയ സൈന്യവുമായി റിവർലാൻഡ്സിലേക്ക് അയക്കുകയാണ്. മാസങ്ങളോളം നീളുന്ന ഒരു ഉപരോധത്തിനായി ജെയ്മെ പറഞ്ഞു. പള്ളിയുടെ തടവറയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സൈന്യത്തിന്റെ തലപ്പത്ത് മറ്റെവിടെയെങ്കിലും നിൽക്കുന്നതാണ്, സെർസി പറഞ്ഞു. ഞാൻ റിവർലാൻഡ്സിലേക്ക് പോകുന്നില്ല, ജെയ്മെ പറഞ്ഞു. പിന്നെ എങ്ങോട്ട്? സെർസി ചോദിച്ചു. ഞാൻ ബ്രോണിന് ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ചാക്ക് സ്വർണം കൊടുക്കാൻ പോവുകയാണ്. അവനറിയാവുന്ന ഏറ്റവും മികച്ച കൊലയാളികളെ അവൻ കൊണ്ടുവരും. ഞാൻ അവരെയും കൂട്ടി പള്ളിയിൽ പോയി ഹൈസ്പാരോയുടെയും മറ്റെല്ലാ കുരുവികളുടെയും തലവെട്ടും, ജെയ്മെ പറഞ്ഞു. നിങ്ങൾക്ക് കഴിയില്ല, സെർസി പറഞ്ഞു. അവൻ നമ്മുടെ മകനെ സ്വന്തമാക്കി. അവൻ നമ്മുടെ മകനെ മോഷ്ടിച്ചു. അവൻ നമ്മുടെ കുടുംബത്തെ തകർത്തു. നമ്മളെ തകർക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ജെയ്മെ ചോദിച്ചു. നമ്മൾ അവരോട് യാതൊരു ദയയുമില്ലാതെ പെരുമാറണം. നമ്മളത് ചെയ്യും. പക്ഷെ നിങ്ങൾ ഹൈസ്പാരോയെ കൊന്നാൽ നിങ്ങൾക്ക് ജീവനോടെ ആ പള്ളിയിൽ നിന്നും പുറത്തുവരാൻ കഴിയില്ല. നിങ്ങളില്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ സൈന്യത്തിന്റെ തലപ്പത്ത് നിൽക്കുക. അവിടെയാണ് നിങ്ങളുടെ സ്ഥാനം. അവിടെയാണ് അച്ഛൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. നമ്മളോട് കൂറുള്ളവർക്ക് നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കുക. ലാനിസ്റ്ററുകൾ ആരാണെന്നും ശത്രുക്കളോട് നമ്മൾ എന്തു ചെയ്യുമെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുക. ആ ചെറിയ കോട്ട തിരികെ പിടിക്കുക. കാരണം അത് നമ്മുടേതാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ടും, സെർസി പറഞ്ഞു. നിങ്ങളുടെ വിചാരണ ഉടനെ നടക്കും. എനിക്ക് നിനക്കുവേണ്ടി ഇവിടെ നിൽക്കണം, ജെയ്മെ പറഞ്ഞു. അതൊരു പോരാട്ടത്തിലൂടെയുള്ള വിചാരണ ആയിരിക്കും. എനിക്കുവേണ്ടി പോരാടാൻ മൗണ്ടനുണ്ട്. അവരെല്ലാവരും ചേർന്ന് നമ്മളെ രണ്ടുപേരെയും കൂടുതൽ കരുത്തരാക്കിയിരിക്കുകയാണ്, സെർസി പറഞ്ഞു. നമ്മൾ എത്രത്തോളം കരുത്തരാണെന്ന് അവർക്കറിയില്ല. നമ്മൾ അവരോട് എന്തു ചെയ്യാൻ പോവുകയാണെന്നും അവർക്കറിയില്ല, സെർസി പറഞ്ഞു. നമ്മളെപ്പോഴും ഒന്നിച്ചായിരുന്നു. നമ്മൾ എക്കാലത്തും ഒന്നിച്ചു തന്നെയായിരിക്കും. ഈ ലോകത്ത് നമ്മൾ 2 പേർ മാത്രമേയുള്ളൂ, സെർസി പറഞ്ഞു. മീരായും ബ്രാനും തീയുടെ അടുത്തായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സഹായിച്ചത്? മീര ചോദിച്ചു. 3 ഐഡ് റേവൻ എന്നെ അയച്ചതാണ്, പോരാളി പറഞ്ഞു. 3 ഐഡ് റേവൻ മരിച്ചുപോയി, മീര പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ജീവിക്കുന്നു, പോരാളി പറഞ്ഞു. ഞാൻ നിന്നെ അവസാനമായി കാണുമ്പോൾ നീയൊരു ചെറിയ കുട്ടിയായിരുന്നു. പേടിയില്ലാത്ത ഒരു കുട്ടി. കോട്ടയുടെ മതിലുകളിൽ കയറി അമ്മയെ പേടിപ്പിക്കുന്നത് അവന് വലിയ ഇഷ്ടമായിരുന്നു, പോരാളി ബ്രാനോട് പറഞ്ഞു. നിങ്ങൾ ആരാണ്? ബ്രാൻ ചോദിച്ചു. അയാൾ മുഖം മൂടി മാറ്റി. അത് ബെഞ്ചൻ സ്റ്റാർക്കായിരുന്നു. അങ്കിൾ ബെഞ്ചൻ. ജോൺ എനിക്ക് അവസാനം എഴുതിയ കത്തിൽ നിങ്ങൾ മതിലിനപ്പുറത്ത് കാണാതായി എന്നാണ് പറഞ്ഞിരുന്നത്, ബ്രാൻ പറഞ്ഞു. വൈറ്റ് വോക്കേഴ്സിനെ കണ്ടെത്താൻ ഞാനൊരു വലിയ സംഘത്തെ നയിച്ച് വടക്കൻ ദേശത്തിന്റെ ഉള്ളിലേക്ക് പോയിരുന്നു. അവർ ഞങ്ങളെ കണ്ടെത്തി. ഒരു വൈറ്റ് വോക്കർ എന്നെ മഞ്ഞുകട്ടകൊണ്ടുള്ള വാൾ ഉപയോഗിച്ച് വയറ്റിൽ കുത്തി. എന്നെ അവിടെ മരിക്കാൻ വിട്ടു. അവരിലൊരാളായി മാറാൻ. ചിൽഡ്രൻ എന്നെ കണ്ടുപിടിച്ചു. അവരുടെ മാന്ത്രിക ശക്തി എന്റെ ശരീരത്തിൽ പടരുന്നത് അവർ തടഞ്ഞു, ബെഞ്ചൻ പറഞ്ഞു. അവർ തുടക്കത്തിൽ വാക്കേഴ്സിനെ ഉണ്ടാക്കിയ അതേ രീതിയിൽ. നീ അത് കണ്ടതാണല്ലോ, ബെഞ്ചൻ പറഞ്ഞു. ഡ്രാഗൺ ഗ്ലാസ്. ഒരു ഡ്രാഗൺ ഗ്ലാസ് കഷ്ണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി, ബ്രാൻ പറഞ്ഞു. ഇപ്പോൾ നീയാണ് 3 ഐഡ് റേവൻ, ബെഞ്ചൻ പറഞ്ഞു. എസോസിൽ ഡെനറിസും ഡാരിയോയും സംസാരിച്ചു. എല്ലാം ശരിയല്ലേ? ഡാരിയോ ചോദിച്ചു. മീരീനിലേക്ക് എത്ര ദിവസത്തെ ദൂരമുണ്ട്? ഡെനറിസ് ചോദിച്ചു. കുറഞ്ഞത് ഒരാഴ്ച, ഡാരിയോ പറഞ്ഞു. എന്റെ സൈന്യത്തെ വെസ്റ്ററോസിലെത്തിക്കാൻ എനിക്ക് എത്ര കപ്പലുകൾ വേണ്ടിവരും? ഡെനറിസ് ചോദിച്ചു. ഒരു 1000 കപ്പലുകൾ വേണ്ടിവരും. ചിലപ്പോൾ അതിലും കൂടുതൽ, ഡാരിയോ പറഞ്ഞു. അത്രയും കപ്പലുകൾ ആരുടെ കയ്യിലാണുള്ളത്? ഡെനറിസ് ചോദിച്ചു. ആരുടെ കയ്യിലുമില്ല, ഡാരിയോ പറഞ്ഞു. ഇതുവരെ ആരുടെ കയ്യിലുമില്ല, ഡെനറിസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ മീരീനിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ വെസ്റ്ററോസിലേക്ക് കപ്പൽ കയറുന്നു. പിന്നെന്ത് ചെയ്യും? ഡാരിയോ ചോദിച്ചു. എനിക്കുള്ളത് ഞാൻ നേടിയെടുക്കും, ഡെനറിസ് പറഞ്ഞു. ഒരു കൊട്ടാരത്തിലെ കസേരയിലിരിക്കാൻ ജനിച്ചവളല്ല നീ, ഡാരിയോ പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് ജനിച്ചത്? ഡെനറിസ് ചോദിച്ചു. നീ ലോകം കീഴടക്കാൻ ജനിച്ചവളാണ്, ഡെനറിസ് ചോൻബോൺ, ഡാരിയോ പറഞ്ഞു. ഇവിടെ നിൽക്കുക, ഡെനറിസ് പറഞ്ഞു. അവൾ കുതിരയുമായി പോയി. പെട്ടെന്നൊരു വലിയ ഡ്രാഗൺ പറന്നുവന്നു. ഡെനറിസ് അതിന്റെ പുറത്തുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന എല്ലാ കാലവും തനിക്കൊപ്പം പോരാടാനും തനിക്ക് കാവൽ നിൽക്കാനും 3 പേരെ തിരഞ്ഞെടുക്കും. പക്ഷെ ഞാനൊരു ഹാലല്ല. ഞാൻ 3 പേരെ തിരഞ്ഞെടുക്കില്ല.
ഞാൻ നിങ്ങളെ എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നു, ഡെനറിസ് പറഞ്ഞു. സൈന്യം ആവേശത്തോടെ ആർത്തുവിളിച്ചു. ഇതുവരെ ഒരു കാലും തന്റെ സൈന്യത്തോട് ആവശ്യപ്പെടാത്ത കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആ മരക്കുതിരകളിൽ കയറി ഉപ്പുവെള്ളമുള്ള കറുത്ത കടൽ കടക്കാൻ തയ്യാറാണോ? ഡെനറിസ് ചോദിച്ചു. സൈന്യം ആവേശത്തോടെ ആർത്തുവിളിച്ചു. ഇരുമ്പ് കവചങ്ങൾ ധരിച്ച എന്റെ ശത്രുക്കളെ കൊന്നു അവരുടെ കല്ലുകൊണ്ടുള്ള വീടുകൾ നിങ്ങൾ തകർക്കുമോ? ഡെനറിസ് ചോദിച്ചു. സൈന്യം ആവേശത്തോടെ ആർത്തുവിളിച്ചു. കാൾ ഡ്രോഗോ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ 7 കിങ്ഡംസ് നിങ്ങൾ എനിക്ക് നേടിത്തരുമോ? എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.